നമുക്ക് വേണം വികസിത അടൂർ എന്ന മുദ്രാവാക്യവുമായാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ അടൂരിൽ മത്സരത്തിനിറങ്ങുന്നത്. എങ്ങനെ പോകുന്നു പ്രചാരണ പരിപാടി? നല്ല തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് വികസനവും വിശ്വാസ സംരക്ഷണവും, അതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. വികസനം വേണം, വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇവിടുന്ന് ആ വിശ്വാസം തകർക്കുന്ന തരത്തിൽ ഈ ജില്ലയിലുള്ള ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പന്തളം അയ്യപ്പന്റെ ജന്മനാടാണ്, ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നടക്കുന്ന കൊള്ള അവസാനിപ്പിക്കണം. ഒപ്പം ഈ നാട്ടിൽ തൊഴിലുണ്ടാവണം. തൊഴിലില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അനാഥരായ രക്ഷകർത്താക്കൾ, അവരെ സംരക്ഷിക്കണം. ആ വികസനം ഉണ്ടാകണമെങ്കിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാവണം. ആ തൊഴിൽ സാധ്യത ഇവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ എൻ.ഡി.എയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയോടുകൂടി ഇവിടെ നടപ്പിലാക്കും. അടൂരിൽ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാട്ടുകാരനാണ് എന്നത് ഗുണമാവും. തീർച്ചയായിട്ടും നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അവർ ആ ദുരന്തം അനുഭവിച്ചവരാണ്. ഇനിയൊരു ദുരന്തം ഉണ്ടാകരുതെന്ന് നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതായാണ് ഞങ്ങൾ പലയിടത്തും ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ രണ്ടാം തവണയാണ് മത്സരിക്കുന്നത്. അടൂരിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ച് വന്നിരുന്നത്. നിരവധി പദ്ധതികൾ ഇപ്പോഴും പൂർത്തിയാവാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ അത് കാണുന്നത്? അദ്ദേഹം 4000 കോടി രൂപയുടെ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4000 പോയിട്ട് 400 കോടി രൂപയുടെ ഒരു പദ്ധതി പോലും അവിടെ നടപ്പിലാക്കി. MLA ഫണ്ട് ഒരു വർഷം ആസ്തി വികസന ഫണ്ട് പ്രകാരം 5 കോടിയും MLA ഫണ്ട് 1 കോടിയും, അങ്ങനെ കൂട്ടിയാൽ തന്നെ 15 വർഷം 75 കോടി രൂപയുടെ പദ്ധതി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇവിടെ നടപ്പിലാക്കേണ്ടതാണ്. എവിടെയെങ്കിലും അദ്ദേഹത്തിന് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഈ കോടികളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. ഒരു പദ്ധതി ആരംഭിച്ചിട്ടില്ല. ആരംഭിച്ചാലല്ലേ പൂർത്തീകരിക്കാൻ പറ്റൂ. റോഡൊക്കെ സാധാരണഗതി റോഡ് ഫണ്ട് സർക്കാരിൽ നിന്ന്, നമ്മുടെ ജനങ്ങളിൽ നിന്ന് 15 വർഷത്തേക്ക് ടാക്സ് പിരിക്കുന്ന റോഡിന് നമ്മളൊരു വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ വാങ്ങിക്കുന്നുണ്ട്. അത് ചെയ്തേ പറ്റൂ. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. അത് MLA ഉണ്ടെങ്കിലും ചെയ്യും. ഇവിടെ അതല്ല നമ്മുടെ വികസനം. ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഇപ്പോൾ പല പദ്ധതികളും. പന്തളത്താണെങ്കിൽ അദ്ദേഹം 10 വർഷമായിട്ട് ഒരു ബൈപ്പാസ് കല്ലിട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ഒരു കാട് പിടിച്ച് കിടക്കുക. ഒരു ഫയർ സ്റ്റേഷൻ അദ്ദേഹം പറഞ്ഞു, വന്നിട്ടില്ല. അയ്യപ്പന്റെ ക്ഷേത്രത്തിന് മുമ്പിൽ മേൽപ്പാലങ്ങൾ പറഞ്ഞു, വന്നിട്ടില്ല. ഇവിടെ അടൂരിൽ കുടിവെള്ള പദ്ധതി ഒന്നും നടന്നിട്ടില്ല. ആ സംഭരണ മണ്ഡലമായതുകൊണ്ട് ഇവിടെ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 500 കോടി രൂപ പട്ടികജാതിക്കാർക്ക് വേണ്ടിയുള്ളത് വെട്ടിക്കുറച്ചത്. 2016 മുതൽ 24 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി വന്ന 26,000 കോടി രൂപയിൽ 4,000 കോടി രൂപ ലാപ്സാക്കിയ ഗവൺമെന്റായത്. ഇത് പ്രധാനോ BJP പറയുന്നതല്ല. സംസ്ഥാന അസംബ്ലിയിൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ വെച്ച എക്കണോമിക് റിവ്യൂവിൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്ന കാര്യം 4,000 കോടി രൂപ ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക് കൊടുക്കേണ്ടത് ലാപ്സാക്കിയ ഗവൺമെന്റാ. ആരോടും ഒരു പ്രതിബദ്ധതയില്ല. കുറെ പേരിടുന്നതൊഴിച്ചാൽ ഉന്നതിന്റെ പേര് മാറ്റി. പക്ഷെ അവർക്ക് ഉന്നതി ഉണ്ടാകാനുള്ള ഒരു നടപടിയും ഇവർ സ്വീകരിക്കുന്നില്ല. അടൂരിലെ ജനങ്ങളോട് പ്രധാനമായി NDA ജയിച്ചു വന്നാൽ എന്താണ് പറയാനുള്ളത്? ഈ പറയുന്ന ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കും. കൂടാതെ ഇവിടെ വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ സർക്കാർ മേഖലയിൽ നമ്മൾ കാണും. വിശ്വാസ സംരക്ഷണത്തിനായി ഇപ്പം പോറ്റിയെ കയറ്റിയത് ആരാന്നൊക്കെയുള്ള പാട്ട് പാടുന്നു. അല്ലെങ്കിൽ സ്വർണം കെട്ടത് ആരപ്പ എന്ന് ഇന്നലെ രാഹുൽ ഗാന്ധി വന്ന് പാടി. സ്വർണം കെട്ടത് ആരപ്പ എന്ന് വെച്ചാൽ മാർക്സിസ്റ്റാ. സ്വർണം വിറ്റത് ആരപ്പ, അത് കോൺഗ്രസാ. അത് BJPയുടെ മുദ്രാവാക്യമാണ്. രാഹുൽ ഗാന്ധിക്ക് അത് പറയാൻ അധികാരമില്ല. കാരണം ഇവിടുത്തെ ഈ നാട്ടുകാരനായ ഒരു MPയും ഇവിടുത്തെ MPയും പോറ്റിയെയും കൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്ന എത്രയോ സംഭവങ്ങൾ ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല അവര് എന്തിനു പോയി എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ദുരൂഹത കാണുന്നു. CPMന്റെ നേതാക്കന്മാർ വിശ്വാസത്തിന്റെ പേരിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ അവർ രണ്ടുപേരും കൂടെ കോംപ്രമൈസ് ചെയ്തു. അതാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കുർബാ മുന്നണി തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസ സംരക്ഷണവും വികസനവും അത് BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അജണ്ടയാണ്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതെ, അത് തന്നെയാണ്. വിശ്വാസ സംരക്ഷണവും വികസനവും തന്നെയാണ് പ്രധാനമായും NDA സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. മാറ്റം അടൂരിലും കൊണ്ടുവരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ രതീഷ് മഡ്മിസിലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.